ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ 29th ബർത്ത്ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു 29 ബുക്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നാലോ എന്ന്. അങ്ങനെ ഞാൻ ഇരുന്ന് പരതി ഒരു ലിസ്റ്റ് ക്യൂറേറ്റ് ചെയ്തെടുത്തു. സോ ഈ ലിസ്റ്റിൽ 5 stars ഉണ്ട്, 4 stars ഉണ്ട്, 3 stars ഉണ്ട്. അപ്പൊ റേറ്റിംഗ് വൈസ് അല്ല ഇതിനെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് ദീസ് ബുക്സ് ആർ റിയലി ജെംസ് ഫോർ മീ. ലൈക്ക് ദ ക്ലോസ് ടു മൈ ഹാർട്ട്. സം പോയിന്റ് ഇൻ മൈ ലൈഫ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ബുക്സ് ആണ്. ഐ സ്റ്റിൽ തിങ്ക് അബൌട്ട് ദം. ഐ സ്റ്റിൽ റിമെമ്പർ ദ പ്ലോട്ട്. ഐ സ്റ്റിൽ റിമെമ്പർ സംതിങ് അബൌട്ട് ദോസ് ബുക്ക്. എന്താ പറയാ, ഇപ്പോഴും ഞാൻ ആ വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ആ ഒരു ഫീലിംഗ് ഐ സ്റ്റിൽ റിമെമ്പർ. ആൻഡ് ദീസ് ബുക്സ് ആർ ലൈക്ക് എന്താ പറയാ, ഐ വിൽ റെക്കമെൻഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പോൾ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട് ഈ വീഡിയോയിൽ. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മാഡ് ഹണി ബൈ ജോഡി പിക്കു. ദിസ് ഇസ് അബൌട്ട് ഒലിവിയ, ആഷ് ആൻഡ് ലില്ലി. ഒലിവിയയുടെ സണ്ണാണ് ആഷ് ആൻഡ് ആഷിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ലില്ലി. ഇത് ത്രൂ ഔട്ട് ദ ബുക്ക് ഒലിവിയയുടെയും ലില്ലിയുടെയും പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പോകുന്നത്. ഒലിവിയ ഒരു ബീ കീപ്പർ ആണ്. അപ്പൊ ഫൈനാൻഷ്യലി വലിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളൊന്നല്ല. ആൻഡ് അവള് ഡിവോഴ്സ്ഡ് ആണ്. സോ അൺഎക്സ്പെക്ടഡ്ലി വൺ ഡേ ലില്ലി മരിക്കും. ആൻഡ് ആ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് സസ്പെക്ട് ആയിട്ട് അവളുടെ മകനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ആസ് എ മദർ അവളുടെ ഉള്ളിലൊരു ഇത് വരികയാണ്, ലൈക്ക് വാട്ട് ഇഫ് അവളുടെ സൺ അവളുടെ എക്സ് ഹസ്ബൻഡിനെ പോലെ ആണെങ്കിലോ, ലൈക്ക് അവനക്കും ആ ഒരു ആങ്കർ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലോ എന്നുള്ളത്. അപ്പൊ അവൻ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളത് ഉള്ളിൽ അവൾക്ക് വരികയാണ്. ബട്ട് സ്റ്റിൽ ഷീ ട്രസ്റ്റ് ഹിം ആൻഡ് എന്താ പറയുക, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. സോ ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു ഇന്നർ സെൽഫിനു ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ഹോപ്പ്, ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്പ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനിത് വായിച്ച സമയത്ത് ഐ വാസ് റിയലി ഫ്ലാറ്റേർഡ് ബൈ ജോഡി പിക്കൂസ് റൈറ്റിംഗ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു ബുക്കാണ്. സോ ഇഫ് യു ലവ് ദ പ്രമിസ് യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ഈസ് അതേ ഒരു ഓതറിന്റെ ഒരു ബുക്കാണ്, മൈ സിസ്റ്റേഴ്സ് കീപ്പർ. ഇത് ഭയങ്കര ആ ഒരു ഓതറിന്റെ ഭയങ്കര ഫേമസ് ആയ ഒരു ബുക്കാണ്. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ വായിച്ചൊരു ബുക്കാണ്. ബട്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. സോ ദിസ് ഈസ് അബൌട്ട് അന്ന ആൻഡ് കേറ്റ്. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. പക്ഷെ അന്നയാണ് മെയിൻ ക്യാരക്ടർ. അപ്പൊ അന്നയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. അന്നയുടെ ഒരു സോൾ പർപ്പസ് എന്ന് പറയുന്നത് കേറ്റിന്റെ എന്താ പറയാ, ഒരു ട്രാൻസ്പ്ലാന്റർ ആവുക അല്ലെങ്കിൽ ഡോണർ ആവുക, അതൊക്കെയാണ് അന്നയുടെ പർപ്പസ്. ലൈക്ക് കേറ്റിന് ലുക്കീമിയ ആയിട്ട് എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴും ഇവളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് അന്ന കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. ലൈക്ക് അവള് ജനിച്ചത് തൊട്ട് അവള് ഒരു എന്താ പറയാ, എപ്പോഴും അവളുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടും പല കാര്യങ്ങൾക്കായിട്ട് അവളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ആൻഡ് അറ്റ് സം പോയിന്റ് അവള് എന്താ പറയാ, അവൾ തന്നെ ടയേർഡായി ഈ ഒരു ഇതില്. അവൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ. ഈവൻ പാരന്റ്സ് അവളെ ജനിപ്പിച്ചത് തന്നെ കേറ്റിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഇപ്പോ അവള് അന്നയുടെ കിഡ്നി ഇവൾക്ക് കൊടുക്കണം, കേറ്റിന് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അന്ന എന്താ പറയാ, റിഫ്യൂസ് ചെയ്യാണ് ടു ഗിവ്. അപ്പൊ ഒരു പാർട്ട് ഓഫ് ഹെർ ഈസ് ലൈക്ക് സോ ടയർഡ് ഓഫ് ഓൾ ദിസ്. ഇല്ല ഈ ഒരു കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ ആ കാര്യങ്ങളൊക്കെ ടയർഡാണ്. ബട്ട് വൺ പാർട്ട് ഓഫ് ഹെർ റിയലി വോണ്ട് ടു സേവ് ഹെർ സിസ്റ്റർ. അപ്പോ ഇത് അവളുടെ ആ ഒരു ഇന്നർ സെൽഫിനായിട്ടുള്ള ഈ ഒരു ഇതാണിത്. അപ്പോ ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഇപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ് ബുക്ക്. നെക്സ്റ്റ് ഇസ് ലവ്ലി ബോൺസ്. നിങ്ങൾ ഈ ബുക്കിനെ പറ്റി കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. കുറെ മുന്നേ ഹൈപ്പ് ആയിരുന്നോന്ന് എനിക്കറിയില്ല. അന്നൊക്കെ ഇത്രയും സോഷ്യൽ മീഡിയയുടെ ഒരു ഇതില്ലല്ലോ. അപ്പോ പണ്ടൊക്കെ ഭയങ്കര എല്ലാവരും വായിച്ചിരുന്ന ഒരു ബുക്കാണ്. ഇപ്പോ ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ റിയലി ലവ്ഡ് ദിസ് ബുക്ക് ദാറ്റ് ടൈം. അപ്പോ ഇതെന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടർ സൂസി. അവള് മരിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ അവള് ഹെവനിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ് അവളുടെ മരണം കാരണം അവളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ലൈക്ക് ഹൗ മച്ച് ഹർ ഫാദർ ഈസ് അഫക്റ്റഡ് ബൈ ദാറ്റ്. കാരണം അവളുടെ ഫാദറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. ആൻഡ് മൊത്തത്തിൽ ആ ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങള്, പിന്നെ അവളെ കൊന്നതാണ്. അപ്പൊ ആ ഒരു കൊന്ന ആള് എത്രത്തോളം എവിഡൻസ് ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെക്കുന്നതും, സോ അങ്ങനത്തെ കാര്യങ്ങള് അതെല്ലാം അവൾ അവിടെ ഇരുന്ന് കാണാണ്. സോ ആൻഡ് ഷീ ഹോപ്സ് വൺ ഡേ അവളുടെ ഈ ഒരു അവളെ മർഡർ ചെയ്ത് കാര്യം പുറത്തു വരും എന്ന് അവള് ഹോപ്പ് ചെയ്യാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം അതിനൊരു ഫിക്ഷൻ സൈഡ് മാറ്റി വെച്ച ഒരു മിസ്റ്ററി ത്രെഡ് ലൈനും കൂടി ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ആ വായിച്ച സമയത്ത് എനിക്ക് ഇതിന്റെ റൈറ്റിംഗ് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ അവർ റൈറ്റിംഗ് എന്നെ ബഗ് ചെയ്തിരുന്നു. ബട്ട് ആ സ്റ്റോറി മൊത്തം എനിക്ക് ഇഷ്ടമായി. ഈവൻ മൂവി ഈസ് റിയലി ഡൺ വെൽ.
സോ നിങ്ങൾക്ക് ബുക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ച് ദ മൂവി. നെക്സ്റ്റ് ഇസ് ബ്രിഡ്ജ് ടു ടെറവിത. ഇത് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ മിഡിൽ ഗ്രേഡ് ഫിക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു 5ലും 6ലൊക്കെ എത്തിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ജസ്. അപ്പോൾ ജസ് ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവനങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് അവന്റെ ബസ്സിൽ നിന്ന് ഒരു പെൺകുട്ടീനെ അവന്റെ നൈബറെ മീറ്റ് ചെയ്യാണ്. അവളുടെ പേരാണ് ലെസ്ലി. അങ്ങനെ അവര് ചിൽഡ്രൻ ആണ്, ദേ ആർ പ്ലേയിങ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്നത്. അപ്പോൾ ലെസ്ലിയുടെ ബാക്കിൽ ആണ് വീടിന്റെ ബാക്കിലായിട്ടാണ് അവർ കളിക്കാറ്. അങ്ങനെ അവരെന്നെ സ്വന്തമായിട്ട് ഒരു കിങ്ഡം ഉണ്ടാക്കണം. ലൈക്ക് അന്നത്തെ കുട്ടികൾ കളിക്കുന്ന അങ്ങനെയാണല്ലോ, അവരുടേതായ ഒരു ലോകം. അപ്പൊ അവരുണ്ടാക്കുന്ന ആ ഒരു കിങ്ഡത്തിന്റെ പേരാണ് ടെറബിത്തിയ. അവിടേക്ക് ഇങ്ങനെ ഒരു പാസേജ് പോലെ ഉണ്ട്, അതാണ് ബ്രിഡ്ജ് ടു ടെറബിത്തിയ. അങ്ങനെ അവിടെ എന്നും പോവും, അവിടെ കളിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റോറി. ബട്ട് അതിലൊരു ട്രാജഡി ഒളിഞ്ഞെടുപ്പുണ്ട്. സോ ഇത്രേ പറയാൻ, ബിക്കോസ് ഇറ്റ്സ് എ ഷോർട്ട് ബുക്ക്. ബട്ട് ഞാൻ ഇത് വായിച്ച സമയത്ത് ഇറ്റ് റിയലി ഹിറ്റ് മീ സോ ഹാർഡ്. ഇപ്പോ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എന്താ പറയാ, ഇതൊരു കുട്ടി ഫിക്ഷൻ നൊസ്റ്റാൾജിയ കൈൻഡ് ഓഫ് ബുക്ക് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ എ യങ്ങർ വ്യൂവർ, എൻ്റെ ഒരു യങ്ങർ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ് എ ബിഗിനർ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. സോ നെക്സ്റ്റ് വൺ ഇസ് എ മാൻ കോൾഡ് ഊവേ. ഇത് ഫ്രെഡറിക് ബാക്ക്മാന്റെ ഒരു ബുക്കാണ്. ഭയങ്കര അടിപൊളിയായിട്ട് എഴുതിയ ഒരു ബുക്കാണ്. ഫ്രെഡറിക് ബാക്ക്മാന്റെ ഈ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഭയങ്കര റീഡേഴ്സിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഫ്രെഡറിക് ബാക്ക്മാന്റെ. ഭയങ്കര സിമ്പിൾ സ്റ്റോറി ആയിരിക്കും. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഊവേ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഗ്രംബി ആയിട്ടുള്ള ഓൾഡ് മാൻ ആണ്. അപ്പോൾ ഭയങ്കര പ്രിൻസിപ്പിൾസും ഡിസിപ്ലിനും ഒക്കെ ഉള്ള ഒരാള്. ലൈക്ക് ഒരു ഡോർ അടച്ചാൽ തന്നെ അത് 3 തവണ നോക്കും അത് അടഞ്ഞിട്ടുണ്ടോ. നമുക്ക് അത്രയും ഭയങ്കര പ്രിൻസിപ്പിൾ ഉള്ള ഒരാളാണ്. അങ്ങനെയാണ് അയാളുടെ നൈബറായിട്ട് ഒരു ഫാമിലി, ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു ഫാമിലി വരുന്നത്. ഒരു പ്രഗ്നന്റ് ലേഡിയും 2 കുട്ടികളും പാട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ആരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പാട്രിക്കിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഈ പ്രഗ്നന്റ് ആയ ലേഡി 2 കുട്ടികളെ ഈ ഊവയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പതുക്കെ മെല്ലെ 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 സ്ലോ ബേൺ ആയിട്ട് ഊവെ മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് ഹി ഗെറ്റ്സ് ക്ലോസ് ടു ദീസ് കിഡ്സ്, ഓൾസോ ഹി ഗെറ്റ്സ് ക്ലോസ് ടു ദിസ് ഫാമിലി. ആൻഡ് ആ ഗ്രംബിനെസ് ഒക്കെ മെല്ലെ 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 പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഭയങ്കര ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്ക് ഊവനെ ഫസ്റ്റ് തൊട്ടേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു വിൽ ലവ് ദിസ് ബുക്ക്. അങ്ങനെ കൈൻഡ് ഓഫ് ബുക്കാണ്. ബിക്കോസ് ദർ മീൻസ് നോ കാര്യമായിട്ട് പ്ലോട്ട് ഇല്ല, ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ബട്ട് ഐ റിയലി ലവ്ഡ് ഇറ്റ്. എന്താ പറയുക, ഐ ടിയേർഡ് അപ്പ് റീഡിങ് ദിസ് ബുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുക്കാണ്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട്, ഭയങ്കര ഹാർട്ട് വാമിങ് ആയിട്ടുള്ള ഒരു വാം ഹഗ് കൈൻഡ് ഓഫ് ബുക്കാണ്. സോ ഡു നോട്ട് മിസ് ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ബുക്ക് തീഫ്. ഇതും തന്നെ ഒരുപാട് ഹൈപ്പ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. എല്ലാവർക്കും തന്നെ മേ ബി വൺ ഓഫ് ദ ഫേവറേറ്റ് ബുക്ക് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് എനിക്കും. സോ ദ ബുക്ക് തീഫ് എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു കൊച്ചുകുട്ടിയാണ്. സോ ഈ ഹോൾ സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്നത് ഡെത്ത് ആണ്, വിച്ച് ഇസ് റിയലി ഫാസിനേറ്റിംഗ്. കാരണം ഞാൻ അത് വായിക്കുമ്പോൾ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു ഡെത്ത് ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലീസൽ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. സോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നാസീസ് വാർ നടക്കുമ്പോൾ, വേൾഡ് വാറിൽ നാസിയുടെ അറ്റാക്ക് നടക്കുമ്പോൾ, ജൂസിന് അഗെയിൻസ്റ്റ് ഉള്ള അറ്റാക്ക് നടക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു ബുക്ക് കളഞ്ഞു കിട്ടുകയാണ്. ആൻഡ് അവൾ അത് വായിച്ചതിന് ശേഷം ഷി ഗെറ്റ്സ് ഒബ്സസ്ഡ് വിത്ത് ദീസ് ബുക്സ്. അപ്പോൾ ആസ് എ റീഡർ വി ലവ് ക്യാരക്ടേഴ്സ് ഹു ലവ് ബുക്സ്, റൈറ്റ്? അപ്പോൾ അവള് ഭയങ്കരമായിട്ട് പിന്നെ സ്റ്റീൽ ചെയ്യൽ തുടങ്ങും ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ആ ഒരു എന്താ പറയുക ത്രൈവ്, വായിക്കാനുള്ള ആ ഒരു ആഗ്രഹം കാരണം അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ബേസ്മെന്റിൽ ഒരു ജ്യൂനെ, ഐ തിങ്ക് റിലേറ്റീവ് ആണെന്ന് തോന്നുന്നു, ആ ജ്യൂനെ അവര് ഒളിപ്പിച്ചു വെക്കുന്നത്. ആൻഡ് ആ ഒരു ജ്യൂ പേഴ്സണ് സിക്കായാലും അവനെ പുറത്തു വിടാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു സമയത്ത് അവനെ എങ്ങനെയാണ് അവൾ ടേക്ക് കെയർ ചെയ്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. ഇറ്റ്സ് റിയലി എന്താ പറയാ, ആലോചിക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ് ഒക്കെ വരും. ബിക്കോസ് അത്രയും പോയിന്റന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് റീഡ് ദിസ് വൺ. എന്താ പറയുക, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഇഫ് യു ആർ എ റീഡർ. ഞാൻ ഇത് വായിച്ചിട്ട് കുറച്ചായി. ഐ ഡു വോണ്ട് ടു റീഡ് ഇറ്റ്. കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ എന്താ പറയാ പിക്ചർ പോലെ ഓർമ്മയില്ല, കുറച്ച് കാര്യങ്ങളെ ഓർമ്മയുള്ളൂ. സോ ഐ ഡു വാണ്ട് ടു റീഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ റിമെമ്പർ ദ ഇമോഷൻസ് ഐ ഹാഡ് റീഡിങ് ദിസ് വൺ. നെക്സ്റ്റ് വൺ ഈസ് കിൻഡ്രെഡ്. ഇത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ഡാന. ഡാന ഒരു ബ്ലാക്ക് വുമൺ ആണ്. ഷീ ഈസ് ലിവിങ് ഇൻ നമ്മുടെ മോഡേൺ എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് അവള്
ടൈം ട്രാവൽ ചെയ്തിട്ട് 1815 കാലഘട്ടത്തേക്ക് പോവാണ്. എപ്പോഴൊക്കെ പോകുന്നോ അവള് റൂഫസ് എന്ന് പറയുന്ന ഒരു ബോയിനെ രക്ഷിക്കാനാണ് പോകുന്നത്. ബട്ട് വൺസ് അവൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും, ചിലപ്പോൾ ഒരു മാസം നിൽക്കേണ്ടി വരും, ചിലപ്പോൾ 3 മാസം നിൽക്കേണ്ടി വരും. അത്രയും ടൈം അവൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അവളുടെ കൺട്രോളിലല്ല ഈ ഒരു ടൈം ട്രാവലിംഗ് തിങ് നടക്കുന്നത്. ബട്ട് വെൻ എവർ റൂഫസ് ഇസ് ഇൻ ട്രബിൾ അവള് ടൈം ട്രാവൽ ചെയ്യും. ആൻഡ് വെൻ അവൾക്ക് പെയിൻ ഉണ്ടാവുമ്പോഴാണ് അവൾ പിന്നെ തിരിച്ച് അവളുടെ ഇതിലേക്ക് തന്നെ വരുന്നത്. അവളൊരു ബ്ലാക്ക് വുമൺ ആയതുകൊണ്ട് അവൾ ആ ഒരു 1850 പോകുമ്പോൾ ഷീസ് എ സ്ലേവ്. അപ്പോൾ അവൾ അവിടെ ഒരു സ്ലേവ് ആയിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. ബട്ട് യുനോ സംടൈംസ് ഇറ്റ്സ് സോ ഹാർഡ്. കാരണം എന്താ വെച്ചാൽ അവള് ആസ് എ സ്ലേവ് അവര് ട്രീറ്റ് ചെയ്യുന്നത്, ഈവൻ റൂഫസ് ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ വി നോ ആ ഒരു കാലഘട്ടത്തിലെ മെൻ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അപ്പോ അതാണ് ഉള്ളത്. അപ്പോൾ അവളുടേതായ രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുന്നതും അങ്ങനെയുള്ളൊരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള, എന്താ പറയാ, എനിക്ക് പറഞ്ഞു തരാറില്ല. ഇറ്റ്സ് റിയലി ടച്ചിങ് ഫോർ മീ. ഞാൻ വായിച്ച സമയത്ത് വെനെവർ അവൾ ആ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. ലൈക്ക് വാട്ട് ഷീ ഈസ് ഗോയിങ് ടു വിറ്റ്നസ് ദെയർ നൗ, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. സോ ഐ റിയലി ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് റീഡിങ് ദിസ് ബുക്ക്. സോ ഹൈലി റെക്കമെൻഡഡ്. നെക്സ്റ്റ് വൺ ഈസ് ലെസൺസ് ഇൻ കെമിസ്ട്രി. ഇതൊരു ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ ആണ്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് പഴയ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ കൂടുതൽ വുമൻസിനായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക, ആ ഒരു വുമൻ സ്ട്രെങ്ത്, ഫെമിനിസം ഒക്കെ ഉള്ള ഒരു അടങ്ങിയ ഒരു ബുക്കാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് എലിസബത്ത് സോട്ട്. അവളൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ലേഡി സയന്റിസ്റ്റുകൾ കുറവായതുകൊണ്ടും ലേഡി സയന്റിസ്റ്റുകൾക്ക് വലിയ പുരുഷന്മാര് ഭയങ്കര ഇത് കൊടുക്കാത്തത് കൊണ്ടും അന്നത്തെ കാലത്ത് അവൾക്ക് അവളുടെ ആ ഒരു പൊട്ടൻഷ്യൽ കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളെപ്പോഴും ഒരു സൈഡ് ഓവർ ആയിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. ആൻഡ് ഒരു സാഹചര്യത്തിൽ അവളെ ഫയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവളൊരു TV ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു TV ഷോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് ഷോ ആണ്. ആ ഒരു കുക്കിംഗ് ഷോയിലൂടെ അവൾ ആ ഒരു ആസ് എ സയന്റിസ്റ്റ് അവൾ ആ ഒരു സയൻസ് അതിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കുക്കിംഗ് ഷോ ചെയ്യുന്നത്. ടു ഇൻസ്പയർ ഓൾ ദ വുമൺ ഔട്ട് ദെയർ. ലൈക്ക് അത് കാണുന്ന എല്ലാ വുമൻസിനും എന്താ പറയുക, ഇൻസ്പയർ ചെയ്യുക ടു ഡു സംതിങ് ഫ്രം ദെയർ ലൈഫ്. അവരുടെ ലൈഫിൽ എന്താണോ അവരെ തടഞ്ഞു വെച്ചത്, ലൈക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അതിലൂടെ അത് കാണിച്ചു തരികയാണ്, ഇൻസ്പയർ ചെയ്യാണ്. സോ ഇതാ ഒരു ഇൻസ്പയറിംഗ് കൈൻഡ് ഓഫ് ബുക്കാണ്. ഫെമിനിസ്റ്റ് കൈൻഡ് ഓഫ് വുമണിന് ഇമ്പോർട്ടൻസ് ഉള്ള ഫെമിനിസ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര വേഗാണ്. ബട്ട് വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ പോയിന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുക്കാണ്. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ് വൺ. നെക്സ്റ്റ് വൺ ഈസ് ആസ് ലോങ് ആസ് ദ ലെമൺ ട്രീ ഗ്രോസ്. ഇത് ഞാൻ കുറച്ച് മുന്നേ വായിച്ചൊരു ബുക്കായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പൊ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് സലാമ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന സിറിയയിൽ ഒരു ഫ്രീഡം സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ മെയിൻ ക്യാരക്ടർ സലാമ ഒരു നേഴ്സ് അല്ല, ബട്ട് സംതിങ് റിലേറ്റഡ് ടു മെഡിക്കൽ ഫീൽഡാണ്. അപ്പൊ അവളുടെ ഫാദർ, മദർ, ബ്രദർ അവരെല്ലാം തന്നെ ഈ ഒരു വാർ കാരണം മരിക്കും. ആൻഡ് ദ ഒൺലി കിൻ അവൾക്ക് ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നത് അവളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. സിസ്റ്റർ ഇൻ ലോ ആണെങ്കിൽ ലൈക്ക് ഷീസ് പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ 9 month 8 month പ്രഗ്നന്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് അവിടുന്ന് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടണം. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ഇന്നർ സെൽഫിനായിട്ടുള്ള അവളുടെ ഒരു ചോദ്യം ചെയ്യലും കൂടിയാണ്, ഏറ്റുമുട്ടലാണ്. ലൈക്ക് വെദർ അവൾക്ക് ഈ ഒരു അവളുടെ സിസ്റ്റർ ഇൻ ലോനായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ, അതോ അവരുടെ നാട്ടിൽ ഇപ്പോൾ അത്രയും പേഷ്യൻസ് ഉണ്ട്, അത്രയും മെഡിക്കൽ സോഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആരും തന്നെ ഇല്ല ഈ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ. അപ്പോൾ അവൾ ആസ് എ മെഡിക്കൽ പേഴ്സൺ അവൾ അവിടെ തന്നെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യണോ അതോ രക്ഷപ്പെടണോ അവളുടെ സിസ്റ്റർ ഇൻ ലോനേറ്റ് എന്നുള്ളത് ഉള്ള ഒരു ഏറ്റുമുട്ടലാണ് വിത്ത് ഹർ ഇന്നർ സെൽഫ്. ഇറ്റ് വാസ് സാഡ് ആൻഡ് സർപ്രൈസിങ് and I really loved it. Next one is Where the Crawdads Sing. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു ഇത്. ഇതൊരു ജനറൽ ഫിക്ഷൻ ആണ്, ലിറ്റററി ഫിക്ഷൻ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു മിസ്റ്ററി ത്രെഡും കൂടെ ഉണ്ട് ഇതിലെ മെയിൻ ക്യാരക്ടറാണ് കയ. അവളുടെ മദർ ഒരു ദിവസം സർപ്രൈസിംഗ്ലി അവരെ വിട്ടുപോകും, അവരുടെ ഫാമിലിയെ വിട്ടുപോകും. ആൻഡ് ദെൻ മദറിനെ തുടർന്ന് പിന്നെ ബ്രദേഴ്സ് പോവും, ഫാദർ പോവും, എല്ലാവരും പോവും. ആൻഡ് ദെൻ അവൾ ഒറ്റയ്ക്കാവും.
അപ്പോൾ അവൾ ഒറ്റയ്ക്കായിരിക്കും അവിടെ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ മാർഷ് ഗേൾ എന്നാണ് പറയുന്നത്. ബിക്കോസ് അവള് വീടിന് ചുറ്റും മാർഷാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ അറിയപ്പെടും. എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാവും. ലൈക്ക് എല്ലാവർക്കും പേടിയായിരിക്കും അവള് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക, അതും ഇങ്ങനെ ഒരു ഏരിയയിൽ ജീവിക്കുമ്പോൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ പേടിയായിരിക്കും അവളുടെ ആ ഒരു കോലും രൂപവും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒബ്സഷൻ എന്ന് പറയുന്നത് ബേർഡ്സില് അതൊക്കെ ആയിരുന്നു. കാരണം അവൾക്ക് അറിയായിരുന്നു ആരും അവളെ വിട്ടുപോയാലും ബേർഡ്സ് അതൊന്നും അവളെ വിട്ടുപോകില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു ബോയുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നതും. അങ്ങനെ ഈ ഒരു ബോയ് മരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബോയ് മരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു സസ്പെക്ട് എന്ന് പറയുന്നത് അവളായിരിക്കും. ബിക്കോസ് അവളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ. ബട്ട് അവൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല ടു പ്രൂവ് ലൈക്ക് അവള് അല്ല ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ആ ഒരു സ്ലോ ബേൺ ആയിട്ട് കോർട്ടിൽ നടക്കുന്ന വിധിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഇറ്റ് വിൽ സർപ്രൈസ് യു. ഇറ്റ്സ് റിയലി ഗുഡ്. You should try this one if you love mystery thriller. ഒരു സ്ലോ ബേൺ ആയിട്ടുള്ള ലിറ്റററി ഫിക്ഷൻ കൈൻഡ് ഓഫ് മിസ്റ്ററി ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് വൺ. ഇഫ് യു ഡോണ്ട് പ്രിഫർ റീഡിംഗ് ബുക്ക് ദെൻ സീ ദ മൂവി. മൂവിയും നന്നായിട്ടാണ് ചെയ്തിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈ ഡാർക്ക് വെനേസ. അപ്പോൾ ഇതൊരു ഭയങ്കര ഡിപ്രസിങ് ആൻഡ് സാഡ് ബുക്കാണ്. ഇത് വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ട്രിഗർ വാർണിങ്സ് നോക്കണം. ബിക്കോസ് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇറ്റ് വിൽ ജസ്റ്റ് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കും, നമ്മളെ ഭയങ്കരമായിട്ട് അൺസെറ്റിൽ ആക്കും, അൺകംഫർട്ടബിൾ ആക്കും, ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു എസ്പെഷ്യലി ഇഫ് യു ആർ എ വുമൺ വെൻ യു റീഡ് ദിസ് യു വിൽ ഫീൽ ഓൾ സോർട്ട് ഓഫ് ഇമോഷൻസ്. മെയിൻ ക്യാരക്ടർ വെനേസ ടീനേജർ ആയ സമയത്ത്, ഐ തിങ്ക് 15 ഏജ് ആയ സമയത്ത് ഒരു 42-year-old പ്രൊഫസറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, അൺഹെൽത്തി റിലേഷൻഷിപ്പിലാവണം. ഇറ്റ്സ് പ്യുവർലി അബ്യൂസ് ആണ്. അത് നമുക്ക് ആസ് എ റീഡർ നമുക്ക് വളരെ ക്ലിയർ ആണ്. ബട്ട് ആസ് എ 15-year-old അവൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഷീ ഈസ് ബീങ് മാനിപ്പുലേറ്റഡ് ഇൻ ടു ദിസ്. അപ്പോൾ ഇതിൽ ആ ഒരു ഓതർ എഴുതിയ രീതിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇതിലേക്ക് ഓരോ മാനിപ്പുലേഷനും ഭയങ്കര സ്ലോ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദ വേ ഒരു മാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ ഒരു വിക്ടിമിനെ ചൂസ് ചെയ്യുന്നത്, വിക്ടിമിനെ എങ്ങനെയാണ് ഗ്രൂം ചെയ്തെടുക്കുന്നത്, ലൈക്ക് ഇതെല്ലാം കൂടി ലൈക്ക് ഇതൊരു പ്യുവർ ലവ് ആണെന്ന് ആ ഒരു വിക്ടിമിനെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. ആൻഡ് ദെൻ നീയാണ് ഫസ്റ്റ് മൂവ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഈ ഒരു വിക്ടിം ഗിൽട്ടി ആവുന്ന രീതിയിൽ അതാക്കി തീർക്കുന്നതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഇസ് റിയലി ഫാസിനേറ്റിംഗ്. കാരണം നമ്മളിത് വായിക്കുമ്പോൾ ഈവൻ ദോ അതൊരു സ്റ്റോറി ആണെങ്കിലും വിൽ ഗെറ്റ് സോ മച്ച് ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ദിസ് തിങ് വർക്ക്സ്, എങ്ങനെയാണ് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാവും. ആൻഡ് വെനേസ ആസ് എ ക്യാരക്ടർ ഭയങ്കര സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈവൻ ആസ് എൻ അഡൾട്ട് അവളിത് വിശ്വസിക്കാൻ, ലൈക്ക് അവള് മാനിപ്പുലേറ്റഡ് ആയിരുന്നു, ഇതൊരു പ്യുവർ ലവ് ആയിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈവൻ ആസ് എൻ അഡൾട്ട്. കാരണം വൺസ് അത് എന്താ പറയുക പ്യുവർ ലവ് അല്ല, ഇതൊരു അബ്യൂസ് ആയിരുന്നു എന്ന് അവളെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവളുടെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ അങ്ങനെയുള്ളൊരു ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരുപാട് എന്താ പറയുക എങ്ങനെ ഭയങ്കര എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു റീഡാണ്. സോ ഇഫ് യു ലവ് ദോസ് കോൺസെപ്റ്റ്സ് then definitely try this one. Next one is Galatea. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഞാൻ പ്രൊനൗൺസ് ചെയ്ത് ശരിയാണോ എന്നറിയില്ല. ഇതൊരു 32 പേജുള്ള ഒരു ബുക്കാണ്. പക്ഷെ ഒരു 32 പേജുള്ള ഒരു ബുക്കിൽ ഇത്രയും ഡെലിവർ ചെയ്യാൻ മാഡലിൻ മില്ലറിനെ കഴിയുള്ളൂ. സോ ഇഫ് യു നോ സെർസെ, ഇഫ് യു നോ സോങ് ഓഫ് അക്കിലസ്, ആ ഒരു ഓതറിന്റെ ഒരു ബുക്കാണ് ഇത്. അപ്പോൾ ഇതൊരു ഗ്രീക്ക് മിത്തോളജിയാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു സ്കൾപ്ചറാണ്, ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെ അയാൾ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ വുമന്റെ ഒരു പ്രതിമ ഉണ്ടാക്കണം. ആൻഡ് ഹി പ്രേസ് ടു ഗോഡ് ലൈക്ക് ഈ ഒരു വുമണ് ജീവൻ വേണമെന്ന്. അങ്ങനെ അത് ജീവൻ വരികയാണ്. ആൻഡ് സിൻസ് ഹി മെയ്ഡ് ഹെർ, അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കരമായിട്ട് അവളുടെ മേൽ കൺട്രോൾ ഉണ്ടാവുകയാണ് ആൻഡ് ഒബ്സസ് ചെയ്യാണ്. സോ ഇറ്റ്സ് ലൈക്ക് കൺട്രോളിങ് ഒബ്സസീവ് നേച്ചർ, അങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് ഒരു മിത്തോളജിക്കൽ ഫിക്ഷൻ. ബട്ട് 32 പേജസ് ഉള്ളൂ. സോ ഇറ്റ്സ് റിയലി ഷോർട്ട് ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. സോ സെർസെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഓർമ്മയൊന്നുമില്ല, ബട്ട് ഐ റിമെമ്പർ റീഡിങ് ദാറ്റ് ആൻഡ് ലവിങ് ദാറ്റ്. സോ സെർസി ഭയങ്കര ഒരു മിത്തോളജിക്കൽ ഫിക്ഷൻ ആണ്. ഒരുപാട് ഗ്രീക്ക് ഗോഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ. സെർസി ഒരു ദിവസം റിയലൈസ് ചെയ്യണം ഷീ ഹാവ് ലോട്ട്സ് ഓഫ് പവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ത്രെറ്റൻഡ് ആയിട്ട് അവളെ ബാനിഷ് ചെയ്യാണ് ടു എൻ ഐലൻഡ്. അപ്പൊ അവൾ അവിടെ ഐലൻഡിൽ പിന്നെ അവൾ ഒരുപാട്
എന്താ പറയാ ഓൺ ദ വേ അവൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്യും, ലൈക്ക് ഒരുപാട് ഇതുപോലത്തെ ഗ്രീക്ക് മിത്തോളജി ആൾക്കാരെ ഒരുപാട് അവൾ മീറ്റ് ചെയ്യും. അതുപോലെ ഇതൊരു കൈൻഡ് ഓഫ് വാർ ആണ് ബിറ്റ്വീൻ മോർട്ടൽസ് ആൻഡ് ഗോഡ്സ്. അപ്പൊ അവൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കൈൻഡ് ഓഫ് തിങ്. സോ അങ്ങനെയുള്ള ഒരു ബുക്കാണ്. ഇറ്റ്സ് റിയലി എന്താ പറയുക ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ആസ് എ ക്യാരക്ടേഴ്സ് ഇതൊരു സെർസയുടെ എന്താ പറയുക ഒരു ക്യാരക്ടർ ഡ്രിവൺ കൈൻഡ് ഓഫ് ബുക്കാണ്. അപ്പോൾ നമുക്ക് പ്ലോട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുക സെർസേനെ ആയിരിക്കും, സെർസെ ചെയ്യുന്ന കാര്യങ്ങളോടായിരിക്കും. സോ ഐ ലവ് സെർസെ like while reading. I loved her as a character. So if you love character driven book, if you love Greek mythology, then definitely you have to try this one. Next one is A Thousand Splendid Suns. ഒട്ടുമിക്ക എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു ബുക്ക് തന്നെ ആയിരിക്കും ഇത്. ഭയങ്കര ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ഞാൻ വായിച്ചിട്ട് കുറച്ച് നാളായി. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് മറിയത്തിന് അന്നത്തെ കാലത്ത് നമ്മുടെ ഡിസിഷൻ ഒന്നും അല്ല കല്യാണം കഴിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കല്യാണത്തിലാണ് അവള് റഷീദ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആള് ഭയങ്കര എന്താ പറയുക ടോക്സിക് മാൻ ആണ്. ആൻഡ് ആൾക്ക് സ്നേഹം എന്താന്ന് തന്നെ അറിയില്ല. ആൻഡ് ദ വേ ഹി ട്രീറ്റ്സ് ഹെർ ഭയങ്കര ബ്രൂട്ടലാണ്. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഗെയിൻ ലെയ്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഗെയിൻ റഷീദിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വരുന്നത്. ആൻഡ് ദെൻ ദ സ്റ്റോറി ബിക്കംസ് മച്ച് മോർ. ആലി ദിവസം എനിക്ക് ചെയ്യാൻ അറിയാവുന്നത് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നന്നായിട്ട് എഴുതാൻ അറിയാം. So I really loved that. I really loved how Miriam was so protective over Layla. And ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് ഉണ്ട് ഈ ബുക്കിൽ, ഒരുപാട് കോട്ട്സ് ഉണ്ട്. സോ ഇഫ് യു ലവ് സച്ച് എ ബുക്ക്, ഇഫ് യു ലവ് എന്താ പറയുക ഭയങ്കര അത്രയും ടഫ് ഒന്നുമല്ല, ഭയങ്കര ഈസി ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി. ബട്ട് ഇതിൽ കുറച്ച് പൊളിറ്റിക്സും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു മിക്സ്ഡ് ഇമോഷൻ കൈൻഡ് ഓഫ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. നെക്സ്റ്റ് വൺ ഖാലിദ് ഹുസൈനിസ് കൈറ്റ് റണ്ണർ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഐ തിങ്ക് കൈറ്റ് റണ്ണർ ഈസ് എ ബിറ്റ് ഹൈ റേറ്റിംഗ് ഫോർ മീ ദാൻ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ്. ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള അമീറിന്റെ സെർവന്റിന്റെ മകൻ ഹസനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഈ ഫ്രണ്ട്ഷിപ്പാണ് ഈ ബുക്കിലെ ഹൈലൈറ്റ്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ്, ദേ ഇൻസെപ്പറബിൾ. ചെറുപ്പം തൊട്ടേ ദേ ജസ്റ്റ് സോ ക്ലോസ്. അവർക്ക് കൈറ്റ് റൺ ചെയ്യാനാണ് ഇഷ്ടം, ലൈക്ക് കൈറ്റ് ഇങ്ങനെ പട്ടം പറപ്പിച്ചിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഡിഫറൻസ് കാരണം അവരുടെ ഇടയിൽ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ അങ്ങനെ അമീർ ഒരു മിസ്റ്റേക്ക് ചെയ്യും. അതിനുശേഷം അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലും ട്രസ്റ്റിലും എല്ലാത്തിലും ഒരു ബ്രേക്ക് വരികയാണ്. ആൻഡ് ദെൻ വൺ ഡേ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അമീർ അത് റിഡംഷൻ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആയത് അത് റെഡീം ചെയ്യാൻ നോക്കുന്നതാണ് ഈ ഒരു സ്റ്റോറി. ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇതിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ടച്ചിങ്. സോ ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഐ സ്റ്റിൽ റിമെമ്പർ റീഡിങ് ഇറ്റ്. ആൻഡ് എന്താ പറയുക ആ ഒരു എഫക്റ്റ് the ending was so surprising for me. I cannot suppress how much I love this book. So definitely try this one. The next one is All the Colors of Dark. So All the Colors of Dark is about friendship, relationship. അതാണ് ഇതിലെ മെയിൻ ഫോക്കസ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സെയിന്റ് ആൻഡ് പാച്ച്. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഒരു ദിവസം പാച്ച് ഒരു കിഡ്നാപ്പ് സീനിൽ ഒരു പെൺകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവനായിരിക്കും കിഡ്നാപ്ഡ് ആവുന്നത്. അങ്ങനെ അവനെ ഈ ഒരു ഇരുട്ടറയിൽ വെക്കുകയാണ്. അപ്പൊ അവിടെ അവനക്ക് ആകെയുള്ള കൂട്ട് എന്ന് പറയുന്നത് ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവന്റെ അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ. ആൻഡ് അവർ ആ ഒരു ഇരുട്ടറയിൽ അവനക്ക് അറിയില്ല അവന് ആ ഒരു ഇരുട്ടറയ്ക്ക് പുറത്ത് ഇനി ഒരു ലൈഫ് ഉണ്ടോന്ന്. സോ ദേ ഗെറ്റ് സോ ക്ലോസ്, സോ ബോണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷനിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ആത്മീയമായിട്ടുള്ള ഒരു ബോണ്ടാണ്. അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത്രയും അവന്റെ ഉള്ളില് പതിച്ച ഒരു പേരായിരുന്നു ഗ്രേസും അവളുടെ ആ ഒരു ശബ്ദവും. ബട്ട് ദെൻ ഹി എസ്കേപ്സ്. അതിനുശേഷം ഈ ഒരു ഗ്രേസിനെ തെരഞ്ഞിട്ടുള്ള ഒരു പോക്കാണ് ആ ഒരു ഫുൾ സ്റ്റോറി. ഈവൻ ദോ മിസ്റ്ററി ഉണ്ടെങ്കിലും മിസ്റ്ററി ഒരു സൈഡ് ലൈൻ മാത്രമാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ലിറ്റററി ഫിക്ഷൻ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ സെയിന്റിന് പാച്ചിന് ഇഷ്ടമായിരുന്നു. സോ ഇത് സെയിന്റിന്റെയും ഒരു അൺറിക്വയറ്റഡ് ലവ് ആണ്. ഐ ലവ്ഡ് സെയിന്റ് ആസ് എ ക്യാരക്ടർ ആൻഡ് ഐ ലവ്ഡ് പാച്ച് ടു. അവരുടെ ആ ഒരു ഗ്രേസും തമ്മിലുള്ള ബോണ്ടിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഐ റിയലി ലവ് ദിസ് ബുക്ക്. സോ ദിസ് വാസ് ദാറ്റ് ബുക്ക് ദാറ്റ് റിയലി ടച്ച്ഡ് മീ. ദ നെക്സ്റ്റ് വൺ ഇസ് 7 Husbands of Evelyn Hugo. ഇത് ഞാൻ കുറേ മുന്നേ വായിച്ചതായതുകൊണ്ട് എനിക്ക്
അത്രയും പിക്ചർ ക്ലാരിറ്റിയിൽ ഓർമ്മയില്ല. മെയിൻ ക്യാരക്ടർ പറഞ്ഞ മോണിക് അവളൊരു മാഗസിൻ റിപ്പോർട്ടറാണ്. അപ്പൊ അവൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള എവലിൻ ഹ്യൂഗോയുടെ ലൈഫ് ബയോഗ്രഫി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവലിൻ ഹ്യൂഗോക്ക് ഉണ്ടായ ഓരോ മാരേജസും ആ മാരേജസിലുള്ള കാര്യങ്ങളും എല്ലാം ഈ മോണിക്ക് എഴുതാം as a story, and we are really fascinated by how the story goes, like എങ്ങനെയാണ് അവളുടെ ലൈഫിൽ ഓരോന്ന് വരുന്നതും and that forbidden romance. Also, I loved Evelyn Hugo as a character, even though അവൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു, അവൾക്ക് നല്ലതുണ്ടായിരുന്നു, ഫ്ലോസ് ഉണ്ടെങ്കിലും I really loved her as a character. So ഇതൊരു character driven ബുക്കാണ്. If you love Evelyn Hugo, you love the story, and I think it's really എന്താ പറയുക impressive, ഭയങ്കര ടച്ചിങ് ആണ്. At the same time it's really good. It's written very well. അപ്പോൾ you know Taylor Jenkins Reid's writing. She's one of my favorite author. അപ്പോൾ it was really good. The next book from the same author is Malibu Rising. ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. സോ ഇതെന്ന് പറയുന്നത് 2 ടൈം ലൈനിലാണ് പോകുന്നത്. ഇത് ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു ബീച്ച് സൈഡിലാണ് ഇത് നടക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ബീച്ച് വൈബായിരുന്നു. സോ ഇത് 2 ടൈം ലൈനിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു സിബ്ലിങ്സിന്റെ സ്റ്റോറി, ലൈക്ക് അവരുടെ റിലേഷൻഷിപ്സ്. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ നീനയുടെ അവളുടെ ബോയ്ഫ്രണ്ട് അവളെ ബോയ്ഫ്രണ്ട് ഓർ ഹസ്ബൻഡ്, ഐ ഡോണ്ട് റിമെമ്പർ, അവളെ വിട്ടിട്ട് പോയിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോറി, പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ അവരുടേതായ റിലേഷൻഷിപ്സ്, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടാണ് ഫസ്റ്റ് ടൈം ലൈൻ. സെക്കൻഡ് ടൈം ലൈൻ ഇസ് അവരുടെ മദർ ആൻഡ് ഫാദർ, അവരുടെ റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് അവരുടെ മദർ ഒരു സിംഗിൾ പാരന്റ് ആയത് എന്നൊക്കെ ഉള്ളതാണ് സെക്കൻഡ് ടൈം ലൈൻ. ത്രൂ ഔട്ട് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ഹാപ്പിനെസ്സും ഉണ്ട്, സാഡ്നെസ്സും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു, അങ്ങനെയാണ് പൊതുവെ ടൈലർ ജെങ്കിൻസ് റീഡിന്റെ ബുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവിധ ഇമോഷൻസും ഉണ്ടാവും ആ ബുക്കിൽ. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. സോ ഐ റിയലി ലവ് റീഡിങ് ബോത്ത് എവലിൻ ഹ്യൂഗോ, ഡേസി Jones and Malibu Rising. I think Daisy Jones was 5 star, Malibu Rising was 5 star, and Seven Husbands was a 4 star. So I really love her writing. So definitely try any one of this. Next one is 10 minutes 13 seconds in this strange world by Elif Shafak. ഇതൊരു സെക്സ് വർക്കറിന്റെ സ്റ്റോറിയാണ്. അവള് മരിക്കാൻ നേരത്തെ അവളാരോ കൊന്നിട്ട് ഡംപ് ചെയ്തിരിക്കുകയാണ് ഗാർബേജിൽ. അപ്പൊ അവള് മരിക്കുന്ന സമയത്ത് അവളുടെ ലൈഫ് ചിന്തിക്കുകയാണ്, വാട്ട് എവർ ഷീ ഹാസ് ഗോൺ throughout her life. It's really good, it's really sad, it's really depressing. One of the great books I have read, like the writing is really perfect. So if you love Elif Shafak's books, then definitely you have to try this one. It's way more good. എന്താ പറയുക, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എലിഫ് ഷഫാക്ക് ബുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇറ്റ്സ് റിയലി. നെക്സ്റ്റ് വൺ ഇസ് ടുമോറോ ആൻഡ് ടുമോറോ. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് പറഞ്ഞൊരു ബുക്കാണ്. ഈ 2 ക്യാരക്ടേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 2 പേർക്കും ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ചെറിയ കുട്ടികളായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അവരുടെ ഇടയിൽ എന്തോ ഒരു സംഭവിക്കും, ആൻഡ് ദെൻ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതാവും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഗെയിൻ ദേ മീറ്റ് ഫ്രം എ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ അവർ അഗെയിൻ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ഫെയിം എങ്ങനെയാണ് അവരെ മാറ്റിയെടുക്കുന്നത്. ദിസ് എന്ന് വെച്ചാൽ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഫ്ലോഡ് ആണ്. എന്താ പറയുക, അവർ ഭയങ്കര സെൽഫിഷ് ആണ്, ഭയങ്കര ഗ്രീഡി ആണ്. നമുക്ക് ത്രൂ ഔട്ട് ദി ബുക്ക് നമുക്ക് ആ ക്യാരക്ടേഴ്സിനൊന്നും ഇഷ്ടമില്ല. എനിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഈവൻ വെൻ ആഫ്റ്റർ ഐ റെഡ് ദി ബുക്ക് ഐ വാസ് ലൈക്ക്, എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് അബൌട്ട് ദം, ഐ സ്റ്റിൽ ലവ് ദാറ്റ് ബുക്ക്. അപ്പൊ എന്താ പറയാ, ഐ ഹാഡ് ആ ഒരു ലിങ്കറിങ് ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദാറ്റ് കൈൻഡ് ഓഫ് ബുക്ക്. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ആൻഡ് maybe you'll hate that realistic part of it, but still you have to try this one. It's really good. Next one is I Who Have Never Known Men. ഇതായിട്ടുള്ള ഒരു ബുക്കാണിത്. ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ബുക്കാണ്, ഭയങ്കര ചെറുതാണ്. സോ ഇതില് സ്റ്റോറി എന്ന് പറയുന്നത് 40 വിമൻസിന് ഒരു സെല്ലിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഇത് പൂട്ടിയിരിക്കുന്നത്. സോ അവരിൽ ഏറ്റവും ചെറിയതാണ് നമ്മുടെ നെറേറ്റർ. അപ്പൊ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവള് ജനിച്ചു തൊട്ടേ ആ ഒരു സെല്ലിലാണ്. അപ്പൊ അവൾക്ക് അറിയില്ല എന്തിനാണ് അവൾക്ക് പുറത്തുള്ള ലോകം തന്നെ അവൾക്ക് അറിയില്ല, എങ്ങനെയാണ് പുറത്തുള്ള ലോകം. അപ്പോൾ ബാക്കിയുള്ളവര് അത് പറയുമ്പോൾ ലൈക്ക് പെൻസിൽ ഉണ്ടായിരുന്നു പണ്ടത്തെ ലോകത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പെൻസിൽ എന്ന് ചിന്തിക്കാനും കൂടെ അവൾക്ക് കഴിയുന്നില്ല.
അങ്ങനെ അവർക്കൊരു ചാൻസ് കിട്ടുന്ന രക്ഷപ്പെടാൻ. അത്രയും എനിക്ക് പറയേണ്ടത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി, ഇറ്റ്സ് വെരി ഇമ്പാക്ട്ഫുൾ. ഇറ്റ്സ് എ ബുക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, യു വിൽ നെവർ ഗെറ്റ് ദ ആൻസർ. ഒരു ഹോപ്പും വെച്ച് വായിക്കേണ്ട ഒരു ബുക്കല്ല. യു ഷുഡ് ഗോ ഇൻ ടു ദിസ് വിത്ത് ലെസ് ഹോപ്പ്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു നോ മോർ ഇൻ ഡീറ്റെയിൽസ്, ഞാൻ ഇതിനെ പറ്റി ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എനിക്കിവിടെ ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബുക്കാണ്, ബട്ട് റിയലി ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. ഇതാണ് എൻ്റെ ഒരു ക്ലാസിക്കിനോടുള്ള ഇഷ്ടം എനിക്ക് തോന്നിയത് ഈ ഒരു ബുക്ക് കാരണമാണ്. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം കൈൻഡ് ഓഫ് ബുക്കാണ്. ഇത് ഇതിലൊരു ഭയങ്കര സർക്കാസ്റ്റിക് സൈഡും കൂടി ഉണ്ട് ഈ ഒരു റൈറ്റിങ്ങിന്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എലിസബത്ത് ബെന്നറ്റ്. ഭയങ്കര പ്രൈഡുള്ള ഒരാളാണ്, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ ഡാർസിയും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവർ രണ്ട് പേരും തമ്മിൽ ഭയങ്കര ഈഗോ ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഭയങ്കര ആ ഒരു പ്രൈഡാണ്. അപ്പൊ അത് കാരണം തന്നെ രണ്ടുപേരും ഭയങ്കര ഒരു എനിമീസ് ആയിട്ടാണ് അത് പിക്ചർ ചെയ്യുക. ആൻഡ് ദെൻ ബട്ട് സ്റ്റിൽ ഇൻസൈഡ് ദേ ലവ് ഈച്ച് അതർ. ബട്ട് അവർ അത് തുറന്നു പറയില്ല, അത്രയും പ്രൈഡാണ് അവർക്ക്. സോ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ബുക്ക്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലെജൻഡറി എനിമീസ് ടു ലവേഴ്സ് ട്രൂപ്പ് ഡൺ വെരി വെൽ. അങ്ങനത്തെ ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വേറെ എനിമീസ് ടു ലവേഴ്സ് ഒന്നും എനിക്ക് ഇഷ്ടമാവില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. മിസ്റ്റർ ഡാർസി ഈസ് കൈൻഡ് ഓഫ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. സോ ഐ റിയലി ലവ് ദാറ്റ് ബുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസിക്സിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസിക്സ് എല്ലാം ബോറിംഗ് എല്ലാം എനിക്ക് മനസ്സിലായത് ഇത് വായിച്ചപ്പോഴാണ്. സോ ഇഫ് യു വോണ്ട് ടു റീഡ് എനി ക്ലാസിക്സ് ദെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. സോ നെക്സ്റ്റ് വൺ ഇസ് ടോം ലേക്ക്. ഇതെനിക്ക് കൂടുതൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടാണ് തോന്നിയത്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഓർക്കാഡിന്റെ ഒക്കെ ഒരു ഇതിലാണ്. ലൈക്ക് ഭയങ്കര ചെറിയ ട്രീസ്, അത് പ്ലക്ക് ചെയ്യാൻ പോവാ. സോ ഒരു കോവിഡ് സമയത്ത് മക്കളെല്ലാവരും കൂടെ ഒരുമിക്കുകയാണ്. ആൻഡ് അവരുടെ പാരൻസിനെ സഹായിക്കുകയാണ് പ്ലക്ക് ചെയ്യാനും. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈബാണ്, ഭയങ്കരമായിട്ടുള്ളൊരു വാം ഹഗ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. അപ്പോഴാണ് അവർക്ക് ആ ഒരു സ്റ്റോറി അറിയുന്നത്. അവരുടെ അമ്മ ഒരു ഭയങ്കര ബിഗ് സ്റ്റാർ ആയിരുന്നു, ഭയങ്കര ആക്ട്രസ് ആയിരുന്നു. ആൻഡ് ഷി വാസ് ഇൻ ലവ് വിത്ത് ദിസ് ഫേമസ് പേഴ്സൺ. അപ്പോൾ ആ ഒരു സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു കോസി ഗ്രാൻഡ് മദർ ടെയിൽ കൈൻഡ് ഓഫ് ബുക്കാണ്. സോ ഇഫ് യു ലവ് സച്ച് എ വൺ, ഐ റിയലി ഹാഡ് so much fun reading this one. Next one is പ്രേമലേഖനം by ബഷീർ. ഇത് ഞാൻ റീസെന്റ് ആണ് വായിച്ചത്, ബട്ട് it was so good. I was laughing out loud. എന്താ പറയുക, ഗിഗ്ലിംഗ് ആയിരുന്നു ഞാനിത് വായിക്കുന്ന സമയത്ത്. 1 hour ഉള്ളൂ. ഇത് ഓഡിയോ ബുക്ക് ആയിട്ടാണ് ഞാൻ കേട്ടത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോയി. സോ ഇതിൽ ആ ഒരു 2 പേരുടെ 2 ക്യാരക്ടേഴ്സിന്റെയും റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ലവ് വാസ് ദ മോസ്റ്റ് fascinating thing about this one. And the way അത് എഴുതിയിരിക്കുന്ന രീതിയും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഐ റിയലി ലവ് ദാറ്റ് വൺ. So if you love Bashir's book, then definitely you have to try this one. It's really good. നെക്സ്റ്റ് വൺ ഇസ് ദ വുമൺ ഇൻ മീ. ഇതൊരാണ് ഇന്ത്യൻ ലിസ്റ്റിലുള്ള ആകെയുള്ള ഒരു നോൺ ഫിക്ഷൻ. ഇത് ബ്രിട്നി സ്പിയേഴ്സിന്റെ സ്റ്റോറിയാണ്. ലൈക്ക് ഹൗ അവളുടെ ആ ഒരു ഫെയിം എങ്ങനെ അവൾക്ക് വന്നു, ആ ഒരു ഫെയിം കാരണം അവൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദ വേ ഷീ ചോസ് മെൻ. അവള് ചൂസ് ചെയ്യുന്ന മെന്നൊന്നും അവളുടെ ലൈഫിന് നല്ലതായിരുന്നില്ല. ആൻഡ് അത് കാരണം തന്നെ അവൾ എങ്ങനെയാണ് സീൻ ഇൻ പബ്ലിക് ആസ് എ ഭയങ്കര ബാഡ് ആയിട്ടായിരുന്നു അവളെ പോർട്രേറ്റ് ചെയ്തിരുന്നത്. ഈവൻ അവളുടെ ഫാമിലി അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. സോ ദ തിങ്സ് ഷീ വെൻ ത്രൂ വാസ് സോ മച്ച് സാഡ് ആൻഡ് ഡിപ്രസിങ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് ഒരാൾ അനുഭവിച്ചതാണല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അത് വായിച്ചപ്പോൾ. അപ്പോൾ ഐ റിയലി റെക്കമെൻഡ്, ഇഫ് യു ലവ് നോൺ ഫിക്ഷൻസ്, ഇഫ് യു ലവ് റീഡിങ് എ മെമോയർ, ദെൻ ഡെഫിനറ്റ്ലി ട്രൈ ദ വുമൺ ഇൻ മീ. നെക്സ്റ്റ് വൺ ഇസ് ആനി ബോട്ട്. ഇതൊരു റോബോട്ടിന്റെ സ്റ്റോറിയാണ്. സോ ഈ റോബോട്ടിനെ ഓൺ ചെയ്യുന്നത് ഗ്രെഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ ഭയങ്കരമായിട്ട് ഈ ഒരു ആനീനെ ഹരാസ് ചെയ്യും, അബ്യൂസ് ചെയ്യും. വെനെവർ അവൾ എന്ത് മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാലും ഗ്രെഗ് ഭയങ്കരമായിട്ട് അവളെ പണിഷ് ചെയ്യും. അപ്പോഴൊക്കെ അവളൊരു റോബോട്ട് ആയതുകൊണ്ട് തന്നെ ഷീ ജസ്റ്റ് ഗോസ് ബാക്ക്. അവൾക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, അവളെ റോങ് ആയി ചെയ്തു എന്നുള്ള ഫീലിങ്സ് ഒന്നുമില്ല. ബട്ട് ആസ് എ റീഡർ വി ഗെറ്റ് ദ പോയിന്റ് വാട്ട് ദ ഓതർ ഈസ് ട്രൈങ് ടു ഡു. ലൈക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഓതർ നമുക്ക് കൺവേ ചെയ്ത് തരുന്നത്. And we get to see how Annie grows throughout the book. Like അവളെ കൂടുതലായിട്ട് പണിഷ്ഡ് ആവുന്നോടത്തോളം അവൾ ചിന്തിച്ചു തുടങ്ങും വാട്ട് ഷീ ഡിഡ് ബാഡ്
ടു ഗെറ്റ് പണിഷ്ഡ് ലൈക്ക് ദിസ്. അപ്പം അങ്ങനെയുള്ള ഒരു ഐ ഓപ്പണിംഗ് കൈൻഡ് ഓഫ് ബുക്കായിരുന്നു. ഐ റിയലി ലവ്ഡ് ആനി ആസ് എ ക്യാരക്ടർ. സോ എന്താ പറയുക, എല്ലാവിധ സന്തോഷങ്ങളും ആനിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതാക്കിയിരുന്നത്. അപ്പോൾ സോ ഐ റിയലി ലവ് ദാറ്റ് ബുക്ക്. ഇറ്റ്സ് ജസ്റ്റ് ക്ലോസ് ടു മൈ ഹാർട്ട്. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് ദ ഇൻവിസിബിൾ ലൈഫ് ഓഫ് ആഡി ലറിയോ. I love this book. It's a 5-star book. It's an all-time favorite book. So ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ആഡി ലറിയോ. അവള് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈവൻ ദോ ഇറ്റ് ഇസ് സെറ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ ടൈമിലാണെങ്കിലും അവള് അന്ന് തന്നെ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ആൻഡ് അവൾക്ക് ആകെ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി ഒരിക്കലും ഒരു ദൈവത്തിനോടും പ്രാർത്ഥിക്കരുത് എന്നായിരുന്നു. ബിക്കോസ് ഡെവിൾ ആയിരിക്കും ഉത്തരം നൽകുക. ബട്ട് അവൾ അതന്നെ ചെയ്യും. കാരണം അവൾക്കൊരു ഫോഴ്സ്ഡ് മാരേജ് വരുമ്പോൾ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവൾ ആ ഒരു ഡാർക്കിലുള്ള ഗോഡിനോട് പ്രാർത്ഥിക്കും. ആൻഡ് ദെൻ അവൾ ആ ഒരു എന്താ പറയുക, ഒരു ഡെവിളിനേറ്റ് അവളൊരു ഡീല് വെക്കുകയാണ്. അത് കാരണം തന്നെ അവൾ ഇമ്മോർട്ടലാണ്. ബട്ട് അവള് ആരായിട്ടാണോ സംസാരിക്കുന്നത് അവരുടെ ചിന്ത മാറി കഴിഞ്ഞാൽ അവളെ മറന്നു. ഷീസ് ഇൻവിസിബിൾ. ലൈക്ക് ആർക്കും അവളെ ഓർമ്മിക്കാൻ കഴിയില്ല. അതായിരുന്നു അവളുടെ ആ ഒരു ഡീല്. ബട്ട് ആ ഒരു ലൈഫ് ഇമോർട്ടൽ ലൈഫ് അവള് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ ഷീസ് ഒരു നെർവ് എൻഡിങ് ലോൺലിനെസ്സിലാണ് അവൾ പെട്ടെടുക്കുന്നത് അൺടിൽ ഹെൻറി കംസ് ഇൻ ടു ദ പിക്ചർ. അപ്പോൾ ദെൻ യു നോ വാട്ട് ഹാപ്പൻസ്. സോ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ദ റൈറ്റിംഗ് ഇസ് റിയലി ഗുഡ്. ഐ ലവ് ദിസ് ബുക്ക്. അപ്പോൾ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് നല്ലൊരു ഇമോഷണൽ കണക്റ്റാണ് ഈ ഒരു ബുക്കിനോട്. സോ ഇഫ് യു ലവ് ഈഷോപ്സ് റൈറ്റിംഗ് ദെൻ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് വൺ. ഐ തിങ്ക് ഈ വീഡിയോ കുറച്ച് ലെങ്തിയർ ആയി തോന്നുന്നു. ഞാൻ കുറച്ച് ബുക്സിനെ പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞുപോയി. ഐ വിൽ മേക്ക് ഇറ്റ് കട്ട് ഡൗൺ എ ബിറ്റ്. അപ്പോൾ ഇതില് 2 ഹോണറബിൾ മെൻഷൻസ് ആണ് പറയുന്നത്. അത് ഈ ലിസ്റ്റിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. ബിക്കോസ് കമ്പയർഡ് ടു ദാറ്റ് ലിസ്റ്റ് അത് എനിക്ക് അത്രയും ഹിറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ റിമെമ്പർ റീഡിങ് ദാറ്റ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം. സോ ഐ നീഡ് ടു റെക്കമെൻഡ് ദിസ് ബോത്ത് ടു യു. ഫസ്റ്റ് വൺ ഇസ് ലുക്കിംഗ് ഫോർ അലാസ്ക. ഇതില് 2 പേര് തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ആൻഡ് ദെൻ അലാസ്ക ഗോസ് മിസ്സിംഗ്. അപ്പോൾ അവളെ തെരഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ലുക്കിംഗ് ഫോർ അലാസ്ക, ജോൺ ഗ്രീന്റെ വൺ ഓഫ് ദ ഗ്രേറ്റ് ബുക്ക്. നെക്സ്റ്റ് വൺ ഇസ് ലവ്ലി വാസ്. ഇതൊരു ഗ്രീക്ക് ഗോഡ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള 2 ലവ് സ്റ്റോറിയാണ്. വേൾഡ് വാർ ടൈമിൽ ഉള്ള ലവ് സ്റ്റോറി. സോ ഇറ്റ് വാസ് എന്താ പറയുക, ഒരു ഹാർഡ്ഷിപ്പിലൂടെ ഉള്ള ലവ് സ്റ്റോറി. സോ ഇറ്റ് വാസ് റിയലി ഗുഡ് ടു റീഡ്. അപ്പോൾ ഇത് 2 ആണ് എൻ്റെ ഹോണറബിൾ മെൻഷൻസ്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബുക്കെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിക്കാൻ കിട്ടി, ഒരു റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനീ പറഞ്ഞ ബുക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. എല്ലാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ ഐ ഹോപ്പ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യു വിൽ റീഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വൺ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.